IFFK വേദിയിൽ അവൾക്കൊപ്പം ഐക്യദാർഢ്യ പരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടറി ടാഗോർ തിയേറ്ററിലെ പരിപാടിയിലാണ് MV ഗോവിന്ദൻ പങ്കെടുക്കുന്നത്. കേസിൽ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ ശിക്ഷിക്കാൻ കഴിയാത്തത് നിയമവ്യവസ്ഥയുടെ പരിമിതിയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ഇത് ലോകത്ത് തന്നെ അത്യപൂർവമായ സംഭവമാണ്. ആ സംഭവത്തിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയവരാരെ കൃത്യമായിട്ട് പറയാനും കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കാനും നമുക്ക് ഇതേവരെ പൂർണ്ണമായി സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ദുരന്തമാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും നമ്മുടെ ജുഡീഷ്യറിയുടെയും എല്ലാം പരിമിതിയാണ്. ആ പരിമിതി നമ്മൾ യഥാർത്ഥത്തിൽ ഗൗരവപൂർവ്വം കാണേണ്ടതാണ്. ഏതറ്റം വരെയും പോയി ഈ ഗൂഢാലോചന നടത്തിയവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കുക എന്നുള്ളത് ഈ കേരളത്തിലെ ഓരോരുത്തരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രത്യേക ചുമതല കൂടിയാണ്. അർജുൻ കല്യാട് നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഈ കേസിലെ വിധി വന്നപ്പോൾ പലരെയും നിരാശപ്പെടുത്തിയ ഒരു കാര്യം ഇത് തന്നെയെന്ന്. ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇക്കാര്യം തന്നെയാണ് MV ഗോവിന്ദൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ മനസ്സിലാക്കാം? സുധി, തീർച്ചയായിട്ടും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വന്നപ്പോഴും അതിൻ്റെ ശിക്ഷാവിധി നടന്ന ദിവസവുമെല്ലാം നമ്മളെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു കാര്യം തന്നെയാണ് ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. ആ ഗൂഢാലോചന തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടന്നതുമാണ്. എന്നാൽ അതിനുശേഷം വലിയ രീതിയിൽ സമൂഹത്തിലെ സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർ, സിനിമാ പ്രവർത്തകർ, അങ്ങനെ എല്ലാവരും ഒരു പരസ്യമായ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു. ഒരു ഐക്യദാർഢ്യ പ്രതിഷേധം എന്ന രീതിയിലാണ് പലപ്പോഴും അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചത്. ഈ ശിക്ഷാവിധി വന്ന ഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ കോഴിക്കോടുമൊക്കെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. നടിയോടൊപ്പം അവൾക്കൊപ്പം എന്നുള്ള ക്യാമ്പയിൻ, ഒരു ഹാഷ്ടാഗ് കൂടിയുള്ള ക്യാമ്പയിനാണ് നടന്നത്. എന്നാൽ പിന്നീട് അത് മറ്റൊരു തലത്തിലേക്ക് മാറി. കേരളത്തിൽ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന IFFKയുടെ ഭാഗമായി അവൾക്കൊപ്പം എന്നുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെ സംവിധായകർ കത്ത് നൽകുന്ന നടപടികളിലേക്ക് പോലും പോയി. എന്നാൽ ഇപ്പോൾ അതൊരു IFFK വേദിയിൽ ചലച്ചിത്ര പ്രവർത്തകരെല്ലാം ഒരുപാട് പേർ, രാജ്യാന്തര തലത്തിൽ തന്നെ ഒരുപാട് പേർ എത്തുന്ന കേരളത്തിൻ്റെ ഒരു അഭിമാന ചലച്ചിത്ര മേള കൂടിയാണ് IFFK. അപ്പോൾ IFFKയിൽ നടന്നിട്ടുള്ള പരിപാടിയിലാണ് ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഭാഗമാവുന്നത്. സംസ്ഥാന സെക്രട്ടറി മാത്രമല്ല, റിമാ കല്ലിങ്കൽ ഉൾപ്പെടെയുള്ള നടി, അതുപോലെ തന്നെ ബീനാപ്പോൾ, പുഷ്പവതി പൊയ്പ്പാടത്ത് ഉൾപ്പെടെയുള്ള ഗായകർ, അങ്ങനെ ഒരുപാട് സാംസ്കാരിക ചലച്ചിത്ര മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഈ പറയുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പങ്കെടുത്തിട്ടുണ്ട്. MV ഗോവിന്ദൻ പറയുന്നത് ഈ കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ് അല്ലെങ്കിൽ ഒരു അപാകതയാണ് ഈ പറയുന്ന ഗൂഢാലോചന ഉൾപ്പെടെ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞ, അല്ലെങ്കിൽ അത്തരം ചില തെളിവുകൾ ഒരു പ്രഥമദൃഷ്ട്യാ തെളിയിക്കാൻ വേണ്ടി കഴിയാത്ത തെളിവുകളാണ് എങ്കിൽ കൂടിയും, അല്ലെങ്കിൽ അത്തരം ചില തെളിവുകളാണ് എങ്കിൽ കൂടിയും അതിനകത്ത് നിയമ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ് എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അവൾക്കൊപ്പം അതിജീവിതക്കൊപ്പം എന്നുള്ള ക്യാമ്പയിൻ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തിപ്പെട്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായാണ് IFFK വേദിയിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ, ഐക്യദാർഢ്യ പരിപാടിയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് അവളോടൊപ്പം എന്നുള്ള ഈ പരിപാടിയിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചത്. ഓക്കെ, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.